ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിവിൽ സർവീസ് എക്സാമിനായാലും PSC എക്സാംസിനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2700 BC ടു 1900 BC, അതായത് ഏതാണ്ട് 800 വർഷത്തോളം ഈ സംസ്കാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് മേജർ സിവിലൈസേഷൻ ഇൻ സൗത്ത് ഏഷ്യ. ഈ സിവിലൈസേഷൻ ഏത് കാലഘട്ടത്തിലാണ് രൂപം കൊണ്ടുവന്നത്? ചാൽക്കോലിത്തിക് ഏജ്. ചാൽക്കോലിത്തിക് ഏജിന്റെ സമയത്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ രൂപമെടുക്കുന്നത്. ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ്, കോപ്പർ ഏജ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇതിന് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഡിസ്കവർ ചെയ്തെടുത്ത സൈറ്റ് ഹാരപ്പയാണ്. ഈ സംസ്കാരത്തിന് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേര് നൽകിയത് സർ ജോൺ മാർഷലാണ്. 1924 അത്. ആൻഡ് ഇവിടെ ഖനനം നടത്തിയത്, ഇൻഡസ് വാലിയിൽ ഖനനം ചെയ്തു തുടങ്ങിയത് എപ്പോഴാണ്? 1920 ബൈ ADI, Archaeological Department of India. And first discovered site ഹാരപ്പ. ആരാണത് ഡിസ്കവർ ചെയ്തത്? ദയാറാം സാഹ്നി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് 3 phases ഓഫ് IVC ഏതൊക്കെയാണ്? ഏർലി ഹാരപ്പൻ ഫേസ്, മെച്യൂർ ഹാരപ്പൻ ഫേസ്, ലേറ്റ് ഹാരപ്പൻ ഫേസ്. ഈ സിവിലൈസേഷൻ തുടങ്ങിയ സമയത്ത് ആ ഒരു കൾച്ചറിനെ ഏർലി ഹാരപ്പൻ ഫേസ് എന്നും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ആ ഒരു ടൈം പീരീഡ് മെച്യൂർ ഹാരപ്പൻ ഫേസ് എന്നും, ഇത് ഏതാണ്ട് അവസാനിക്കുന്ന ആ കാലഘട്ടത്തിനെ ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്നും വിളിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ സംസ്കാരത്തിന്. അതിൽ ആദ്യത്തേത് ബിഗിനിങ് ഓഫ് സിറ്റി ലൈഫ്. സിറ്റി ലൈഫിന് തുടക്കം കുറിച്ചത് ഇൻഡസ് വാലിയിലുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ നേരത്തെ സ്റ്റോൺ ഏജിന്റെ വീഡിയോയിൽ കണ്ടായിരുന്നു. ബിഗിനിങ് ഓഫ് വില്ലേജ് ലൈഫ് ഏത് ടൈം പീരീഡിലായിരുന്നു, ഏത് ഏജിലായിരുന്നു? നിയോലിത്തിക് ഏജിലായിരുന്നു. ഇപ്പോൾ ബിഗിനിങ് ഓഫ് സിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ ഏത് പീരീഡിലാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ടൈമിലായിരുന്നു. നെക്സ്റ്റ് മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് IVC എന്ന് പറഞ്ഞാൽ ടൗൺ പ്ലാനിംഗ് ആണ്. ടൗണിനെ രണ്ടായിട്ട് തിരിക്കാം. സിറ്റാഡലും ഉണ്ട്, ലോവർ ടൗണും ഉണ്ട്. ഒരു ടൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. 2 പാർട്സ് ഉണ്ട്, സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സൈഡിലാണ്, ലോവർ ടൗൺ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സൈഡിലായിരിക്കും. സിറ്റാഡൽ ഈസ് ഓൺലി ഫോർ മെമ്പേഴ്സ് ഓഫ് റൂളിംഗ് ക്ലാസ്. ഹൈ റാങ്കിലുള്ളവർ, അതായത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രം താമസിച്ചിരുന്ന ഒരു ഏരിയ ആണ് സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ. ലോവർ ടൗൺ ആണെങ്കിലോ കോമൺ പീപ്പിൾ ആണ് അവിടെ താമസിച്ചിരുന്നത്, സാധാരണക്കാരായ ആളുകൾ. സിറ്റാഡൽ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റേസ്ഡ് പ്ലാറ്റ്ഫോം എന്നാണ്, അതായത് പൊക്കം കൂടിയ അടുത്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോം. ദ എലിവേറ്റഡ് പോർഷൻ ഓഫ് ദ സിറ്റി ഈസ് നോൺ ആസ് ഡാഷ് സിറ്റാഡൽ. സിറ്റാഡലിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് സ്മോളർ ബട്ട് ഹയർ. ചെറുതായിരിക്കും പക്ഷെ ഉയരത്തിലായിരിക്കും. സിറ്റാഡലിന് ചുറ്റും എന്തുണ്ട്? മതിലുണ്ട്, ഒരു ചുറ്റുമതിലുണ്ട്. അതിന്റെ അർത്ഥം ലോവർ ടൗണും സിറ്റാഡലും തമ്മിൽ ജോയിന്റ് അല്ല, ഇറ്റ് ഈസ് ഫിസിക്കലി സെപ്പറേറ്റഡ്. ലോവർ ടൗണിനും അതുപോലെ തന്നെ മതിലുണ്ട്. ഇനി സിറ്റാഡലിന്റെ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ, ഈ സിറ്റാഡൽ എന്ന് പറയുമ്പോൾ റൂളിംഗ് ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് താമസിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം എവിടെയാണ്? സിറ്റാഡലിലാണ് ഉള്ളത്. ഏതൊക്കെ ബിൽഡിങ്സ് ആണ്? ഗ്രേറ്റ് ബാത്ത്, ഗ്രൈനറി, അസംബ്ലി ഹാൾസ് ആൻഡ് വർക്ക്ഷോപ്സ്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം സിറ്റാഡലിലാണ് കിട്ടുന്നത്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ചൻഹുദാരോ എന്ന് പറയുന്ന ഒരേ ഒരു സൈറ്റിൽ മാത്രമാണ് സിറ്റാഡൽ ഇല്ലാതെയുള്ളത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചൻഹുദാരോ വാസ് ദി ഓൺലി സിറ്റി വിതൗട്ട് എ സിറ്റാഡൽ. സിറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു ഇൻഡസ് വാലി സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ചൻഹുദാരോ. അപ്പൊ ഇത്രയാണ് സിറ്റാഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ലോവർ ടൗൺ. ലോവർ ടൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ലാർജർ ദാൻ ദ സിറ്റാഡൽ. സിറ്റാഡലിനെക്കാട്ടിലും ലാർജർ ആണ്, പക്ഷെ ലോവർ കുറച്ച് താഴ്ന്ന പ്രദേശത്താണ് ഇതുള്ളത്. ലോവർ സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കം കൂടിയ പ്രദേശത്തായിരിക്കും. ലോവർ ടൗണിന് ചുറ്റും നേരത്തെ പറഞ്ഞു മതിലുണ്ട്. ഇറ്റ് യൂഷ്വലി ഹാഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. കോമൺ പീപ്പിൾ ആണ്, സാധാരണക്കാരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വീടുകളാണ് ഇവിടെ ഉള്ളത്.
ഇനി സിസ്റ്റമാറ്റിക് ടൗൺ പ്ലാനിങ് വാസ് ബേസ്ഡ് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഇവർ ഉപയോഗിച്ചിരുന്നത് ഗ്രിഡ് സിസ്റ്റം, അതായത് ചതുരാകൃതിയിലുള്ള ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ചെസ് എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും, കോളംസ് ആയിട്ടായിരിക്കില്ലേ, അതുപോലെ ഉള്ള ഒരു സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്. ഇവർ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്ത ഇഷ്ടികകൾ, അതായത് ബേൺഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. സിറ്റാഡലും ലോവർ സിറ്റിയും ജോയിൻ ചെയ്തിരിക്കുന്ന രണ്ട് സൈറ്റ് ഏതൊക്കെയാണത്? സുർക്കാത്തോട ആൻഡ് ബനാവലി. നമ്മൾ നേരത്തെ പറഞ്ഞു സിറ്റാഡലിന് ചുറ്റും ചുറ്റുമതിലുണ്ട്, ലോവർ സിറ്റിക്ക് ചുറ്റും ചുറ്റുമതിലുണ്ട്. അപ്പോൾ രണ്ടും ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ്. പക്ഷേ എക്സെപ്ഷൻസ് ഉള്ളത് സുർക്കാത്തോടയിലും ബനാവലിയിലുമാണ്. ഇവിടെ സിറ്റാഡൽ ആൻഡ് ലോവർ സിറ്റി, ലോവർ ടൗൺ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സിറ്റി അല്ലെങ്കിൽ ടൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് ആണ്. പക്ഷേ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു സൈറ്റ്, ദി ഓൺലി സൈറ്റ് ഏതാണ്? ധോളവീര എന്ന് പറയുന്ന സൈറ്റ് ആണ്. ധോളവീര ഈസ് ദി ഓൺലി സൈറ്റ് ഓഫ് ദി സിവിലൈസേഷൻ വേർ സിറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ധോളവീരയാണ്. ഇനി ഇവിടുത്തെ തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റൽ ടൗൺസ് ഏതൊക്കെയാണ്? ലോത്തൽ, സുർക്കാത്തോട, ബാലക്കോട്ട്, അല്ലാദീനോ ആൻഡ് റംഗ്പൂർ. ഇത്രയാണ് തീരപ്രദേശങ്ങൾ. ലോത്തലിലുള്ള സിറ്റാഡലിന്റെ ഷേപ്പ് എന്ത് ഷേപ്പാണ്? ട്രപ്പീസിയമാണ്. സോ ഇത്രയുമാണ് ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഡ്രെയിനേജ് സിസ്റ്റം. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉള്ളവർ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഓരോ വീടിനും അവരുടേതായ ഡ്രെയിനേജും സോക്ക് പിറ്റും ഉണ്ട്. സോക്ക് പിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെപ്റ്റിക് ടാങ്കില്ലേ, അതിന് പകരമായിട്ടുള്ളത്. അപ്പോൾ സോക്ക് പിറ്റ് ഇത് പബ്ലിക് ഡ്രെയിനേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫിഗറാണ്, അവരുടെ ഡ്രെയിനേജ് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഫിഗറാണ്. ഇനി ഈ ടൗൺ പ്ലാനിങ്ങും ഡ്രെയിനേജ് സിസ്റ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ ഇതിൽ എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഒരൊറ്റ സൈറ്റ് മാത്രമാണ് ഇതിൽ വ്യത്യസ്തത പുലർത്തിയിരുന്നത്. മറ്റുള്ള സൈറ്റുകളെ അപേക്ഷിച്ച് ബനാവലി എന്ന് പറയുന്ന സൈറ്റിൽ വി ക്യാൻ സി മാർക്ഡ് ഡിഫറൻസസ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ ടൗൺ പ്ലാനിങ്ങും അവരുടെ ഡ്രെയിനേജ് സിസ്റ്റവും. സോ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് സൈറ്റാണ് ടൗൺ പ്ലാനിങ്ങിലും ഡ്രെയിനേജ് സിസ്റ്റത്തിനും ഡിഫറൻസസ് കാണിച്ചിരുന്നത്? ഏത് സൈറ്റാണ്? ബനാവലി. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ സീലുകൾ ഉപയോഗിച്ചിരുന്നു. ദ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ വാസ് ദ യൂസ് ഓഫ് ഓൺ സീൽസ് മെയ്ഡ് ഓഫ് സ്റ്റിയറൈറ്റ്. സ്റ്റിയറൈറ്റ് എന്ന് പറയുന്ന അതൊരു മിനറൽ ടാൽക്കാണ്. സോപ്പ് സ്റ്റോൺ എന്നും പറയാറുണ്ട്. വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സീലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു മിനറലാണ് സ്റ്റിയറൈറ്റ് എന്ന് പറയുന്ന ഒരു സോപ്പ് സ്റ്റോൺ. അപ്പം അവരതിൽ സീലുകളിൽ പിക്ചേഴ്സും ഉണ്ട്, സ്ക്രിപ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് ഇതുവരെയും ഡീസൈഫർ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ടോഗ്രഫിക് ആണ്. ഇറ്റ് ഈസ് യെറ്റ് ടു ബി ഡീസൈഫേർഡ്. ആൻഡ് ഇവർ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിട്ടൺ ഫ്രം ഫസ്റ്റ് ലൈനിൽ ഇവർ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത്. സെക്കൻഡ് ലൈനിൽ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എഴുതുന്നത്. ഇങ്ങനെയുള്ള സ്റ്റൈലിനെ പറയുന്നതാണ് ബൂസ്ട്രോഫീഡൻ എന്ന് പറയുന്നത്. ബൂസ്ട്രോഫീഡൻ. അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ പിക്ടോഗ്രഫിക് ആണ്, യെറ്റ് ടു ബി ഡിസൈഫേർഡ്, ആൻഡ് ദിസ് ലാംഗ്വേജ് ഇസ് ബൂസ്ട്രോഫീഡൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ സീലുകൾ, മാക്സിമം നമ്പർ ഓഫ് സീലുകൾ കണ്ടെടുത്തത് എവിടെയാണ്? മോഹൻജൊദാരോ എന്ന് പറയുന്ന സൈറ്റിലാണ്. 57% സീലും മോഹൻജൊദാരോ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സെക്കൻഡ് മാക്സിമം കണ്ടെടുത്തത് ഹാരപ്പയിൽ നിന്നാണ്. ദാറ്റ് ഈസ് 36% ആണ്. ഈ സീലുകളിൽ കൂടുതലായിട്ടും കാളയുടെ ചിത്രമാണുള്ളത്. ഹംപ്ലസ് ബുൾ ഓർ യൂണിക്കോൺ. വാട്ട് ഇസ് ദാറ്റ്? ഹംപ്ലസ് ബുൾ ഓർ യൂണിക്കോൺ. ഇനി മേജർ സീൽ പ്രൊഡ്യൂസിങ് യൂണിറ്റ് ഏതാണ്? ചൻഹുദാരോയാണ്. ചൻഹുദാരോയാണ് മേജർ സീൽ പ്രൊഡ്യൂസിങ് യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോ സൈറ്റും നമ്മൾ പഠിക്കും, അതോടെ ഓരോ സൈറ്റിലെ ഇമ്പോർട്ടൻസും പഠിക്കും. അപ്പോൾ ചൻഹുദാരോയെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് സിറ്റി വിത്തൗട്ട് എ സിറ്റാഡൽ എന്നാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ചൻഹുദാരോയെ കുറിച്ച്. മേജർ സീൽ പ്രൊഡ്യൂസിങ് യൂണിറ്റ്. മേജർ സീൽ പ്രൊഡ്യൂസിങ് യൂണിറ്റ്. ഇനി ഓരോ സൈറ്റിലും ഏതൊക്കെ സീലുകൾ കണ്ടെടുത്തു എന്നതിനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത്. ലോത്തൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന്
പേർഷ്യൻ ഗൾഫ് സീല് കണ്ടെടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ബട്ടൺ സീൽ, ജസ്റ്റ് ഒരു ബട്ടൺ സീലാണ്. ഇനി ബനാവലി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ടൈഗർ സീല് കണ്ടുകിട്ടിയിട്ടുണ്ട്. മൊഹൻജൊദാരോയിൽ നിന്ന് ഇറാഖി സിലിണ്ട്രിക്കൽ സീൽ, ഇറാഖിലുള്ള ഒരു ടൈപ്പ് സിലിണ്ട്രിക്കൽ സീലാണ്, അതുപോലെ ഏകദേശം സാമ്യമുള്ളത്. ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്ത സീലില് എന്തിന്റെ പിക്ചർ ഉണ്ടായിരുന്നു? ഗരുഡയുടെ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സീലുകളെ കുറിച്ച് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ആൾക്കാർ അവരുടെ വീടുകൾ അതുപോലെ തന്നെ മറ്റുള്ള ബിൽഡിങ്സും ഒക്കെ എവിടെയായിരുന്നു കെട്ടിയിരുന്നത്? ബൈ ദി സൈഡ് ഓഫ് ദ റോഡ്സ്, റോഡുകളുടെ സൈഡിലായിരുന്നു ഇവർ വീടുകളും ബിൽഡിങ്സും ഒക്കെ നിർമ്മിച്ചിരുന്നത്. അതായത് അവർക്ക് റോഡൊക്കെ ഉണ്ടായിരുന്നു, നല്ല പേവ്ഡ് റോഡ്സ്, പാകിയ റോഡുകളൊക്കെ അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ദി ഹൗസസ് വർ കൺസ്ട്രക്റ്റഡ് ഓൺ ദ പാറ്റേൺ ഓഫ് ഗ്രിഡിറോൺ, അതായത് ചെസ്സിന്റെ മാതൃകയിൽ, നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇവർ യൂസ് ചെയ്യുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ വെയ്റ്റ്സ് ആണ്. ആസ് എ മെഷർമെന്റ് അളവിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് സ്റ്റോൺ വെയിറ്റ് ആണ്. അപ്പോൾ സ്റ്റോൺ വെയിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് അത് വെയിറ്റ് യൂസ് ചെയ്യുന്നത്? ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോൺ വെയിറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന ഈ വെയിറ്റ്സും മെഷർമെന്റ്സും എല്ലാം ബാബിലോണിൽ പോലെ തന്നെയാണ്, ഏകദേശം അതുപോലെ ബാബിലോണിലുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്ന അതിനോട് ക്ലോസ് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ഇവരുടെ മെഷർമെന്റിനെ കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇവർ ഉപയോഗിച്ചിരുന്ന പോട്ടറി ആണ്. പോട്ടറി എന്ന് പറഞ്ഞാൽ ഇവര് റെഡ് പോട്ടറി ആണ് ഉപയോഗിച്ചിരുന്നത്, പെയിന്റഡ് വിത്ത് ഡിസൈൻസ് ഇൻ ബ്ലാക്കിൽ ഡിസൈൻസ് വരുന്ന റെഡ് പോട്ടറി ആണ് ഉപയോഗിച്ചിരുന്നത് മേജറായിട്ടും. ഇനി ബനാവലി എന്ന് പറയുന്ന സൈറ്റിൽ ഡീലക്സ് പോട്ടറി വാസ് ഡിസ്കവേർഡ്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വളരെ ഷൈനി ആയിട്ടുള്ള പോട്ടറിയാണ് ഡീലക്സ് പോട്ടറി. അത് ബനാവലിയിൽ നിന്ന് ഡിസ്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഇവര് ഡിസ്കവർ ചെയ്തെടുത്തതാണ് പോട്ടറി ഡെപിക്റ്റിംഗ് ഹ്യൂമൻസ്. എന്ന് വെച്ചാൽ മനുഷ്യരുടെ ചിത്രങ്ങളുള്ള പോട്ടറി ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടെടുത്തത്? ഹാരപ്പയിൽ നിന്നാണ്. ദി ഓൺലി പ്ലേസ് വെർ പോട്ടറി ഡെപിക്റ്റിംഗ് ഹ്യൂമൻസ് ഹസ് ബീൻ ഫൗണ്ട് ഈസ് ഇൻ ഹാരപ്പ. ഇനി അതുപോലെ ചൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് പോട്ടറി ഇമ്പോർട്ട്സും റൈറ്റിംഗ് ടാബ്ലറ്റ്സ്, അതായത് ലീവ്സ്, ഇലകളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് ചൻഹുദാരോയിൽ നിന്ന്. സോ ഇത്രയാണ് പോട്ടറിയെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് ഇവർ ഉപയോഗിച്ചിരുന്ന മെറ്റൽസ് എന്തൊക്കെയാണ്, ലോഹങ്ങൾ എന്തൊക്കെയാണ്? സിൽവർ, കോപ്പർ, ബ്രോൺസ് ആൻഡ് ഗോൾഡ്. അവര് ലെഡും ടിന്നും കൂടെ അവർ ഉപയോഗിച്ചിരുന്നു. ആൻഡ് ഇവർ ഉപയോഗിക്കാത്ത ഒരു മെറ്റൽ, ഇവർക്ക് പരിചയമില്ലാത്ത ഒരു മെറ്റൽ ഏതാണ്? അയൺ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും. അയൺ വാസ് നോട്ട് യൂസ്ഡ് ബൈ ഇൻഡസ് വാലി സിവിലൈസേഷൻ പീപ്പിൾ. ഏറ്റവും കൂടുതലായിട്ട് ഇവർ യൂസ് ചെയ്തിരുന്ന മെറ്റൽ കോപ്പർ ആണ്, പ്യുവർ കോപ്പർ, അൺഅലോയ്ഡ് copper. The most extensively used metal in Indus Valley civilization was pure copper. ഇനി ആദ്യമായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന മെറ്റൽ, ഏർലിയസ്റ്റ് അപ്പിയറൻസ് നടത്തിയത് ഏത് മെറ്റലാണ്? സിൽവർ ആണ്. ദ മെറ്റൽ വിച്ച് മെയ്ഡ് ഏർലിയസ്റ്റ് അപ്പിയറൻസ് ഡ്യൂറിംഗ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് സിൽവർ. ഇവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ടൂൾസ് ആണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആയിരുന്നു, ഇൻക്ലൂഡിംഗ് മാൻ മെയ്ഡ് ടൂൾസ് ഓഫ് കോപ്പർ, ലോങ് സ്റ്റോൺ ബ്ലേഡ്സ് എക്സെട്ര. ഇനി അടുത്തത് ബ്രോൺസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രോൺസ് കൊണ്ട് ഒരുപാട് ഫിഗേഴ്സ്, ഒരുപാട് രൂപങ്ങൾ ഇവരുണ്ടാക്കിയിരുന്നു. മൊഹൻജൊദാരോ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഒരുപാട് മാക്സിമം നമ്പർ ഓഫ് ബ്രോൺസ് ഫിഗേഴ്സ് കണ്ടെടുത്തിട്ടുണ്ട്. സോ മാക്സിമം ബ്രോൺസ് ഫിഗേഴ്സ് ഹവ് ബീൻ ഫൗണ്ട് ഇൻ മൊഹൻജൊദാരോ. അങ്ങനെ കണ്ടെടുത്ത ഒന്നാണ് ബ്രോൺസ് ഡാൻസിങ് ഗേൾ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രോൺസ് ഡാൻസിങ് ഗേൾ വാസ് ഫൗണ്ട് ഇൻ മൊഹൻജൊദാരോ. കൂടുതലും സ്കൾപ്ചേഴ്സ്, ശില്പങ്ങൾക്കൊക്കെ എന്താണ്? ലൈം സ്റ്റോൺ ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. ലൈം സ്റ്റോൺ കൊണ്ടാണ് സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്കൾപ്ചറാണ് സീറ്റഡ് മെയിൽ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ സ്കൾപ്ചർ ഓഫ് എ സീറ്റഡ് മെയിൽ പ്രീസ്റ്റ്. അത് എവിടെയാണ് കണ്ടെടുത്തിട്ടുള്ളത്? അതും മൊഹൻജൊദാരോയിൽ തന്നെയാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇനി ഇൻഡസ് പീപ്പിൾ വർ ദ ഫസ്റ്റ് ടു പ്രൊഡ്യൂസ് കോട്ടൺ. പരുത്തി കൃഷി ആദ്യമായിട്ട് തുടങ്ങിയത് ഇൻഡസ് വാലി പീപ്പിൾ ആയിരുന്നു. വിച്ച് ഗ്രീക്സ് ടേംഡ് ആസ് സിന്തോൺ. സിന്തോൺ എന്നാണ് ഗ്രീക്കിൽ അതിന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രീക്ക് വേർഡ് ഫോർ കോട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ഇവര് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ക്രോപ്സ് എന്തൊക്കെയാണ്? മേജർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വീറ്റും ബാർലിയും ആണ്. അതുപോലെ തന്നെ സീരിയൽസ്, കോട്ടൺ, സെസ്മി, എള്ള്, മസ്റ്റേർഡ്, ഇതൊക്കെ അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്, അവർ കലപ്പ യൂസ് ചെയ്തിരുന്നു. പ്ലൗ വാസ് യൂസ്ഡ്.
എന്തിനായിരുന്നു? നിലമുഴാൻ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലൗഡ് ഫീൽഡ് വർ ഫൗണ്ട് ഇൻ കാളിബംഗൻ. കാളിബംഗൻ എന്ന് പറയുന്ന സൈറ്റിൽ ഉഴുതുമറിച്ച നിലം കണ്ടു എന്നാണ്, ഉഴുതുമറിച്ച നിലം കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ജോവർ അല്ലെങ്കിൽ ജോ വാസ് ഫൗണ്ട് ഇൻ ബനാവലി. എന്താ ജോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിച്ചോളം. അത് ബനാവലിയിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോത്തൽ ആൻഡ് രംഗ്പൂർ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് റൈസ് ഹസ്ക്, ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, റൈസ് ഹസ്ക് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. റൈസ് ഹസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉമി, പുറന്തോട്, അരിയുടെ പുറന്തോട്, പതിരെന്നൊക്കെ പറയില്ലേ, അത് ഉമി. റൈസ് ഹസ്ക് വാസ് ഡിസ്കവേർഡ് ഇൻ ലോത്തൽ ആൻഡ് രംഗ്പൂർ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്ലൗഡ് ഫീൽഡ് വർ ഫൗണ്ട് ഇൻ എവിടെയാണ്? കാളിബംഗൻ. ജോവർ വാസ് ഫൗണ്ട് ഇൻ ബനാവലി. റൈസ് ഹസ്ക് വാസ് ഡിസ്കവേർഡ് ഇൻ ലോത്തൽ ആൻഡ് രംഗ്പൂർ. അപ്പോൾ ഇത്രയാണ് ഇവരുടെ ക്രോപ്സിനെ കുറിച്ച് പറയുന്നത്, ഇവരുടെ കൃഷിയെക്കുറിച്ചൊക്കെ. ഇനി ഇവർക്ക് പരിചയമുള്ള മൃഗങ്ങൾ, അനിമൽസ് നോൺ വർ ഓക്സൻ, ഷീപ്പ്, ബഫലോസ്, ഗോഡ്സ്, പിഗ്സ്, എലിഫൻസ്, ഡോഗ്സ്, കാറ്റ്സ്, ആസസ്, ക്യാമൽസ്. ഇതൊക്കെയാണ് ഇവർക്ക് അറിയുന്ന മൃഗങ്ങൾ. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനിമൽ ഏതാണ്? ഹംപ്ലെസ് ബുൾ ഓർ യൂണിക്കോൺ. കാരണം സീലുകളിൽ മിക്കവാറും എല്ലാത്തിലും എന്താണ് മോസ്റ്റ്ലി എന്താണ്? യൂണിക്കോൺ ആണ് അതിൽ ഉണ്ടായിരുന്നത്. The site where ox-driven carts were found was Harappa. ഹാരപ്പയിൽ കാളവണ്ടി ഉപയോഗിച്ചിരുന്നു, ഓക്സ്-ഡ്രിവൺ കാർട്സ്, കാളവണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് അവർ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ they were specialist in handicrafts. വളരെ കൈകൊണ്ടുള്ള കരകൗശലത്തിനൊക്കെ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇൻഡസ് പീപ്പിൾ. ബീഡ് മേക്കേഴ്സ് ഷോപ്പ്, മുത്തുകളിൽ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു ഷോപ്പ്, അതിൻ്റെതായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം എവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്? ചൻഹുദാരോ ആൻഡ് ലോത്തൽ. ഈ രണ്ട് സ്ഥലത്തും, ചൻഹുദാരോയിലും ലോത്തലിലും എന്താണുള്ളത്? ബീഡ് മേക്കേഴ്സ് ഷോപ്പ്. ഇനി ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൊഹൻജൊദാരോ ആണ്. സ്മോളസ്റ്റ് സൈറ്റ് ഇസ് അല്ലാദിനോ. ലാർജസ്റ്റ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോളവീറ ആൻഡ് രാഖിഗർഹി. രാഖിഗറിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദി ലാർജസ്റ്റ് സൈറ്റ്. ഡോളവീറ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദി 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആർ മൊഹൻജൊദാരോ, ഹാരപ്പ, ഡോളവീറ. ഇപ്പോൾ രാഖിഗറി എന്താണ്, അതിൻ്റെ എക്സ്കവേഷൻസ് കുറേ നടന്നുകൊണ്ടിരിക്കുവാണ്. ദി നമ്പർ ഓഫ് സൈറ്റ്സ് വിച്ച് ആർ കൺസിഡേർഡ് ആസ് സിറ്റീസ് എത്രയാണ്? 6 ആണ്. ഇനി ബറിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മരിച്ചവരെ അടക്കം ചെയ്തിരുന്നത് 3 രീതിയിൽ അവരുടെ ബറിയൽസ് ഉണ്ട്. എന്താണത്? കംപ്ലീറ്റ് ബറിയൽ, ഫ്രാക്ഷണൽ ബറിയൽ, ക്രിമേഷൻ ബറിയൽ. കംപ്ലീറ്റ് ബറിയൽ എന്ന് പറഞ്ഞാൽ ദ ഹോൾ ബോഡി ബറീഡ് അലോങ് വിത്ത് ദി ഗ്രേവ് ഗുഡ്സ്. മുഴുവൻ ശരീരവും അടക്കിയിരുന്നു, അതിൻ്റെ കൂടെ അവരെ മരിച്ചവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കൂടെ അടക്കം ചെയ്തിരുന്നു. അതാണ് കംപ്ലീറ്റ് ബറിയൽ എന്ന് പറഞ്ഞാൽ. ഇനി ഫ്രാക്ഷണൽ ബറിയൽ എന്ന് പറഞ്ഞാൽ ബോൺസ് മാത്രമാണ് അവരുടെ സാധനങ്ങളുടെ കൂടെ അടക്കം ചെയ്തിരുന്നത്. ബോൺസ് മാത്രം എങ്ങനെയായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്? ആഫ്റ്റർ എക്സ്പോഷർ ടു ബീസ്റ്റ് ഓർ ബേർഡ്സ്. ബീസ്റ്റിനോ അല്ലെങ്കിൽ ബേർഡ്സിനോ ഒക്കെ, ആനിമൽസിനോ ബേർഡ്സിനോ ഒക്കെ ഈ മരിച്ച ശവം കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അവരത് കഴിച്ചിട്ട് ബാക്കി എല്ല് മാത്രമാകുമ്പോൾ ആ എല്ലും പിന്നെ എന്താണ് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും അവർ ബറി ചെയ്തിരുന്നു. അതാണ് ഫ്രാക്ഷണൽ ബറിയൽ. ഇനി ക്രിമേഷൻ ബറിയൽസ്, അതായത് ശവദാഹം, ദഹിപ്പിക്കുക. ബോഡി വാസ് ക്രിമേറ്റഡ് ഇൻ ഏൺസ്. വലിയ ഇതിൽ വെച്ച് ഏൺസിൽ വെച്ച് അവരെന്ത് ചെയ്തു? ബോഡിയെ ദഹിപ്പിച്ചു, ക്രിമേറ്റ് ചെയ്തു. ആൻഡ് ദെൻ ബറീഡ് അണ്ടർ ഹൗസ് ഫ്ലോർസ് ഓർ സെറ്റിംഗ്സ്, സ്ട്രീറ്റ്സ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇപ്പം ചിതാഭസ്മം എന്നൊക്കെ പറയില്ലേ, കലശം, അതിൽ അവർ ചാരം അല്ലെങ്കിൽ ആ ആഷ് ഹൗസിൻ്റെ അടിയിൽ, ഫ്ലോർസിൻ്റെ അടിയിൽ അവർ സൂക്ഷിച്ചിരുന്നു. അതുപോലെ സുർക്കാത്തോട എന്ന് പറയുന്ന ആ സൈറ്റിൽ നിന്ന് എന്താണ് ഡിസ്കവർ ചെയ്തെടുത്തിട്ടുള്ളത്? 4 പോട്ട് ബറിയൽസ് കണ്ടെയ്നിങ് ബോൺ ആഷസ്. ബോൺ ആഷസ്, എല്ലിൻ്റെ പൊടി, ബോൺ ആഷസ് ഉള്ള 4 പോട്ട് ബറിയൽസ് കണ്ടെത്തിയിട്ടുണ്ട് സുർക്കാത്തോട എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി ഹോഴ്സ് അല്ലെങ്കിൽ കുതിരയെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് പല സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർ കുതിരയെ ഉപയോഗിച്ചിരുന്നതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അവർ കുതിര ഉപയോഗിച്ചിരുന്നില്ല. ഇവരുടെ ആ സമയത്ത് കുതിര ഉണ്ടായിരുന്നു. ഹോഴ്സ് ബോൺസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ സുർക്കാത്തോട. ഹോഴ്സ് ബോൺസ് എവിടെയാണ്? സുർക്കാത്തോടയിലാണ്. ഹോഴ്സ് ടൂത്ത് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ റാണഗുഡൈ. ആൻഡ് ടെറാക്കോട്ട ഫിഗർ ഓഫ് എ ഹോഴ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ലോത്തൽ. ലോത്തൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന്
ടെറാക്കോട്ട ഫിഗർ, ഒരു ഹോഴ്സിൻ്റെ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കിയ ഒരു രൂപം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സുക്താജെൻഡർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹോഴ്സിൻ്റെ ആഷസ്, അതിൻ്റെ ചാരം കണ്ടെത്തിയിട്ടുണ്ട്. ആഷസ് ഓഫ് എ ഹോഴ്സ് ഹവ് ബീൻ ഫൗണ്ട് ഇൻ സുക്ത ജെൻഡർ. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരു 10-11 സൈറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ താങ്ക് യു.